ഹലോ ഗെയ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇവിടെ നോക്കാൻ പോകുന്നത് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ളൊരു പാർട്ടീഷൻ വർക്കാണ്. അപ്പൊ ഈ ഒരു വർക്കിന് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ അലുമിനിയവും PVC ഷീറ്റും ആണ് കേട്ടോ. അപ്പൊ അലുമിനിയം നമ്മളിവിടെ അലുമിനിയം ഉപയോഗിച്ചതിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു PVC ഷീറ്റ് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു WPCയിലും പ്ലൈവുഡിലും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഫിനിഷിങ്ങിലേക്കാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു വിത്തൗട്ട് അലുമിനിയം ഇവിടെ ഫ്രെയിമായിട്ട് അവിടെ അടിച്ചു വെച്ചിട്ടുള്ളത്. അതുപോലെ നമുക്കൊരു ചെറിയൊരു വാഷ് യൂണിറ്റും കൂടി ഇവിടെ ചെയ്യാറുണ്ട്. അതിവിടെ മുന്നേ ഇവിടെ PVC ബോർഡിൽ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സൈഡ് പാർട്ടീഷനും അതുപോലെ തന്നെ ബാക്ക് പാനലിംഗ് ഒക്കെയാണ് ഇവിടെ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഫിനിഷിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ WPC അതുപോലെ PVC ബോർഡ് അതിലൊക്കെ നമ്മൾ മൈക്ക ലാമിനേഷൻ ചെയ്യുന്ന ആ ഒരു ഫിനിഷിങ്ങിലേക്കാണ് ഈ ഒരു വർക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അലുമിനിയത്തിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു അലുമിനിയത്തിന്റെ മെയിൻ ഒരു പ്രശ്നം പറയുന്നത് ചില സെക്ഷൻ കൂടുതൽ കാണുന്നു, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളാണ്. സെക്ഷൻ കൂടുതൽ കണ്ട് നമ്മൾ അതിന്റെ ഷീറ്റിന്റെയും അതുപോലെ തന്നെ അലുമിനിയം കളറിന്റെയും ഒരു വ്യത്യാസങ്ങളൊക്കെ ചില ഇതിലുണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ഒരു പക്ക മാച്ചിങ് ആയിട്ട് നമുക്ക് അതിന്റെ അലുമിനിയം കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് എന്താ വെച്ചാൽ അത് അത്രയും പക്കയായിട്ട് മാച്ചിങ് ആയിട്ടുള്ളൊരു സെക്ഷൻസ് ചില ഷീറ്റുകളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ക്ലയന്റ് ചില ഷീറ്റുകൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്രയും പക്ക ഫിനിഷിങ്ങിൽ, അതായത് ആ ഒരു പക്ക മാച്ചിങ്ങിക്ക് നമുക്ക് ഇത് കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു വർക്ക് കൂടെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ നമ്മളിവിടെ ഈ ഒരു വാഷ് യൂണിറ്റും കൂടി ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വാഷ് യൂണിറ്റ് നമ്മളൊരു പാർട്ടീഷൻ സൈഡിൽ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഷീറ്റ് ഫിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ വർക്കാണ് ഈ ഒരു വീഡിയോയുടെ കാണിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.